ഹേ ഗൈസ് വാട്സ്ആപ്പ് എല്ലാ മിച്ചവർക്കും പുതിയൊരുലേക്ക് ഓക്കെ സോ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് വീഡിയോ ഏതെങ്കിലും കുട്ടികളുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാം. റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ഹാർഡ് കോറും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രണ്ടാമത് എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇട്ടതായിരുന്നു ഗൈസ്. ബട്ട് ഗൈസ് എന്താ പറ്റിയെന്ന് വെച്ചാൽ അതിനകത്ത് എൻ്റെ വോയിസ് ചെറുതായിട്ടൊന്ന് കേൾക്കുള്ളൂ. ഞാൻ പിന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടാണ് എനിക്കത് മനസ്സിലായത് തന്നെ ഗൈസ്. ഓക്കെ, അത് എൻ്റെ തെറ്റായിരുന്നു ഗൈസ്, എന്തായാലും ക്ഷമിക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ഫുള്ള് അത്യാവശ്യം എൻ്റെ സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ ദാൻ്റെ ഇവിടെയായിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്ന ചെറിയൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ ഗൈസ് ദാ നമ്മളെ മേലേക്ക് പോകാനായിട്ട് ഞാൻ ഇവിടെയും ചെറിയൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ മേലേക്ക് പോകാൻ ജസ്റ്റ് വഴിയും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ബട്ട് ഗൈസ് നമ്മൾ ചെറിയ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് നമുക്ക് മൈനിങ്ങിനും കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ട്. പക്ഷെ മൈനിങ്ങിനും കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ കുറച്ചധികം പണിയുണ്ട് ഗൈസ്. നമുക്ക് ഇപ്പോൾ ആൾ കിട്ടിയത് ഞാൻ പറയുകയാണെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. ഇതാണ്ട് ഒരു അയന്റെ സോഡും പിന്നെ അയന്റെ ഒരു പിക്കാസും മാത്രം നമ്മളെ ഉള്ളൂ. ഇപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് അയൺ കിട്ടണം ഗൈസ്. ഇപ്പം നല്ല രീതിക്ക് തന്നെ അയൺ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ ഗൈസ്, പിന്നെ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പോഴാണ് കറക്റ്റ് ഇതിന്റെ വ്യൂ പോയിന്റ് കിട്ടുന്നത് ഗൈസ്. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഗൈസ് നോക്കി ഇതിന്റെ വ്യൂ പോയിന്റ് വെച്ച് ഏകദേശം ഗൈസ് വലിയൊരു മലയാട്ടോ. സത്യത്തിൽ പറഞ്ഞാൽ എൻ്റെ ഉമ്മ ഗൈസ് രാത്രി വെച്ച് ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൂവ്സും കാര്യങ്ങളൊക്കെ നല്ലോണം ഇറങ്ങുന്നുണ്ട് ഗൈസ്. പിന്നെയാണ് ഞാൻ ഈ വീടിൽ ഒരു സാധനം ശ്രദ്ധിച്ചത് ഗൈസ്. ഞാനിപ്പോ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഗൈസ് സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മരം പോലും ഇല്ല ഗൈസ്. സത്യം പറയുകയാണെങ്കിൽ ആകെ ഞാൻ പറഞ്ഞുതരാം, അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. അതിപ്പം അത് മരം ഞാൻ വെട്ടിക്കളഞ്ഞു ഗൈസ്. പിന്നെ അത് നമുക്ക് വുഡ് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്മോണായ അവിടെയുള്ള ഒരു മരവും പിന്നെ അവിടെ ഹണിബീന്റെ അവിടെ കാണുന്ന ഒരു മരം അല്ലാതെ ഏരിയയിൽ വേറെ മരമൊന്നും ഇല്ല ഗൈസ്. സത്യം പറഞ്ഞ ഇവിടെ മരത്തിന് ഭയങ്കര ക്ഷാമമാണ്. ഞാൻ വിചാരിച്ചൊരു വീട് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാണെന്ന് വിചാരിക്കുമ്പോ ഒരു കാരണവശാലും അത് നടക്കുന്നില്ല കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് മരവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം കഴിച്ച്. ഇന്ന് നമ്മളെ ലക്ഷ്യം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു വീട് ഉണ്ടാക്കണം കഴിച്ച്. വീട് സത്യത്തിൽ പറഞ്ഞാൽ നല്ല അത്യാവശ്യമുള്ള കാര്യമാണ്. വില്ലേജിൽ വീട്ടിൽ സമ്മതിക്കുന്നില്ല കഴിച്ച് താമസിക്കാൻ. അത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വീട് ഉണ്ടാക്കണം. ഇപ്പം നമുക്ക് ഹാർഡ് കോർ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇപ്പം എത്ര ഡേ 3 ആയിട്ടുള്ളൂ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പം നമുക്ക് ഏകദേശം നല്ല രീതിയിൽ ഒരു ട്രീ ഹൗസോ അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു ഇത് ഉണ്ടാക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ കേവിന്റെ ഉള്ളില് ചെറിയൊരു വീട് സെറ്റപ്പ് ഉണ്ടാക്കണം. ഓക്കെ, ഇങ്ങനെ എവിടെയോ ഒരു ഏരിയയിൽ മൈനിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചെറിയ രീതിയിൽ മൈനിങ് ചെയ്ത് പോവും. അയ്യോ, അതിന്റെ സോംബിയാ എടാ, സോംബി ഉണ്ട്. രക്ഷിക്കാൻ പറ്റുമോ നോക്കട്ടെ. സോംബിനല്ല ഇത് അവിടെ ഒരു അമ്മേ, സോംബി വില്ലേജറായി. എടാ എന്നെ കണ്ടിട്ടോ. വെറുതെ ഹാർഡ് കോറിൽ പണി മേടിച്ച് കൂട്ടണ്ട. അവിടെയായിട്ട് നമ്മളൊരു കേവ് ചെറിയ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ മെയിൻ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാല് ഒരു വീട് ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു വീട് ഉണ്ടാക്കണം. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ചെറിയ വീട് നമ്മൾ സെറ്റപ്പ് മതി. ബട്ട് നമ്മളെ കയ്യിലൊരു വെയിറ്റ് ചെയ്യുന്നുണ്ട്, നോക്കട്ടെ. 22 പ്ലാങ്ക് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഉണ്ട്. ഓക്കെ, 22 പ്ലാങ്ക് ഇത് പോരാ തലക്കാലം പറഞ്ഞു കഴിഞ്ഞാല്. നോക്കട്ടെ നമ്മളെ വീടിന്റെ ഉള്ളില് വല്ല പ്ലാങ്ക് ആയിട്ട് ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, വീടിന്റെ ഉള്ളിൽ വലിയ പ്ലാങ്ക് ഒന്നും ഇല്ല. അപ്പൊ നമ്മള് ടോട്ടലി പെട്ടു. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, വല്ല കേവ് ഐറ്റംസ് ആയിട്ട് വല്ല വ്യൂ ഉണ്ടാക്കാന്ന് ആലോചിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മളൊരു കാര്യം ചെയ്യാം ഗൈസ്. ഇപ്പൊ നിങ്ങൾക്ക് ലാഗും കാര്യങ്ങളൊന്നും വലുതായിട്ട് ഫീൽ ചെയ്യില്ല. ഓക്കെ, എന്താ വെച്ചാല് അത് ഇന്നലെ ഒരു തെറ്റായിരുന്നു. ഞാൻ കുറച്ച് മണ്ടത്തരം കാണിച്ചു പോയി ഗൈസ്. ഞാൻ ഹൈലങ്ങ് ഇട്ടുപോയി. ഈ മീഡിയത്തിലായിരുന്നു സംഭവം കിടന്നു പോയത്. ഞാൻ ഹൈയിലേക്ക് ഇടാൻ മറന്നുപോയി ഗൈസ്. സാധാരണ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഹൈയിലേക്ക് ഇടണം. ഞാൻ മറന്നുപോയത് എന്റെ തെറ്റായിരുന്നു. ഞാനിപ്പോ ഹൈയിലേക്ക് ഇട്ടപ്പം നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്മൂത്തി കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ മരം തന്നെ കിട്ടാൻ കഴിച്ചു. നമ്മൾ ഇവിടെ ആയിട്ടാണ് റീസ്പോൺ ചെയ്തത്. നമ്മൾ തിരിച്ചു നോക്കിയപ്പോൾ നമ്മുടെ വില്ലേജ് കിട്ടി. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ മരം കാര്യങ്ങളൊക്കെ നൈസ് ആയിട്ട് നമുക്ക്
ഇതിൽ എത്രയും പെട്ടെന്ന് ഗൈസ് അടുത്ത വീഡിയോയിലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ട്രീ ഫാം ഉണ്ടാക്കുന്നേ. നിങ്ങൾ ട്രീ ഫാം ഇല്ലാതെ ഒരു രക്ഷയില്ല. ഇവിടെ ഒരു മരം പോലും ഇല്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓടി നടന്നിട്ട്. നമ്മൾ മരം ഉണ്ടെങ്കിൽ കണ്ടു ഇവിടെ പംകിങ് ഒക്കെ ഉണ്ട്. എടേ ഇവിടെ മരത്തിനാണ് ഗൈസ് നല്ല രീതിക്ക് നമ്മൾ പണി പെടാൻ പോകുന്നത്. നോക്കി ഏരിയയിലൊന്നും മരം പോലും ഇല്ല കേട്ടോ. ഓക്കെ കുതിരയൊക്കെ ഉണ്ട്. മരം ഓക്കെ ആ മരം കിട്ടി. ഓക്കെ മരം കിട്ടിയിട്ടുണ്ട്. നൈസിന് വേണ്ടി അത് വെട്ടിട്ട് തരാം. നമുക്കിവിടെ മരത്തിന് അത്യാവശ്യം നല്ല രീതിക്ക് പണി എന്തെങ്കിലും കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ ഇവിടെ മരം ഉണ്ട്. ഒരു മരം കിട്ടും. ഈ ഏരിയയിൽ മരത്തിന് നല്ല പണി കിട്ടുന്നുണ്ട് കേട്ടോ. പംകിൻ ഒക്കെ ഉണ്ട്. നമുക്ക് ഈ പംകിൻ വെച്ചിട്ട് വേറെ ഒരു സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നോക്കി ഇവിടെ മരം ഇല്ല. ഇത് എന്ത് ഇതാണ്. ഓക്കെ നമുക്ക് എനിക്ക് വേറൊരു ഐഡിയ തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മൾ വില്ലേജിൽ ഒരു വീട് എന്തെങ്കിലും പൊളിക്കേണ്ടി വരും. അല്ലാതെ മരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഇവിടുത്തെ എല്ലാ മരവും അങ്ങ് പൊട്ടിച്ചെടുത്തേക്കും. ഇതൊന്നും കിട്ടുന്നില്ല. ബട്ട് എങ്കിലൊക്കെ പൊട്ടിച്ചെടുക്കണം കഴിയും. കുഞ്ഞു മുട്ടെങ്കിൽ അതും പ്രധാനമാണ് കേട്ടോ. ഇതിന്റെ തയ്യം കിട്ടുന്നില്ല ഗൈസ്. അതാണ് മെയിൻ പ്രശ്നം വരുന്നത്. ഇതിന്റെ തയ്യാണെങ്കിൽ തുള്ളി കിട്ടുന്നില്ല. ഓക്കെ നമുക്ക് ഇതും കൂടെ എടുക്കാം. ഈ 16 കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് നേരെ നമ്മളെ വില്ലേജിലേക്ക് ഉണ്ട്. 16 കിട്ടിയിട്ടുണ്ട്. നമുക്ക് പ്ലാൻ ആയിട്ട് 16 പോരാ ഗൈസ്. ഓക്കെ നമുക്ക് നേരെ നൈസിനൊരു വീടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കാം. എന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ വീട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ഗൈസ്. അതിന് മുന്നേ നമുക്ക് അവിടെ നിന്ന് 2, 3, 4, 5 വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു മരത്തിന്റെ. അത് ഞാൻ ഒന്ന് ഇവിടെ നട്ടായിരുന്നു, ഒന്ന് അവിടെ നട്ടു, പിന്നെ ഒന്ന് ഇതിന്റെ ബാക്കിലായിട്ട് നട്ടിട്ടുണ്ട് ഗൈസ്. അത് പെട്ടെന്ന് തന്നെ വളർന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പം സത്യത്തിൽ പറയുകയാണെങ്കിൽ ഡേ 5 ആയിട്ടുണ്ട്. ഓക്കെ അപ്പം നമ്മൾ 3 ഉണ്ടായി 4, 5 വെക്ക് 2 ദിവസം പോയിട്ടൊന്നേ. ഓക്കെ അപ്പം നമ്മുടെ വീടിന്റെ സ്ഥലം കാണിച്ചു തരാം. യെസ് ഗൈസ് ഇതാണ് ഗൈസ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയില് എന്തായാലും ഒരു ട്രീ ഫാം ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഓക്കെ അപ്പം നമ്മൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഇൻട്രൂന്ന് ഗൈസ്. ഓക്കെ ഈ മുൻഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു കിടക്കാച്ചി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കണം. ഓക്കെ ഈ ഗൈസ് ഈ മരത്തിന്റെ ലീഫും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയി കുറെ വെട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഇതാണ് നമ്മുടെ വീടിന്റെ സ്ഥലം ഗൈസ്. ഓക്കെ ഒരു ചെറിയ വീടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി. ഓക്കെ നമ്മൾ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്ഥലം അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് അവിടെ താഴത്തേക്ക് ഒരു മൈനിങ് ഏരിയയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സാധനം കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഓക്കെ അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വിളിച്ചിട്ടുണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തു 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാൻ. ബൈ ആൻഡ് ടേക്ക് കെയർ.